ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു ഔട്ട്ഡോർ വീഡിയോ ആണ് ഗൈസ്. അപ്പം നമുക്കിന്ന് ഔട്ട്ഡോർ വീഡിയോ ആണെന്ന് മനസ്സിലായി. നമ്മളോടൊപ്പം ഔട്ട്ഡോർ വീഡിയോ ചെയ്യാൻ തയ്യാറായ ഒരാൾ നേരത്തെ ഇവിടെ സ്ഥലം പിടിച്ചിരിപ്പുണ്ട്. അപ്പം ആളിനെ ഒന്ന് കാണിച്ചു തരാം. എടാ വീണോ? ഡാ നീ എവിടെ പാനായി വന്ന് വണ്ടി കയറി കിടക്കുന്നേ? നേരത്തെ വണ്ടി കയറി സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ഔട്ട്ഡോർ വീഡിയോയ്ക്ക് പോകുന്നെങ്കിൽ ഓട്ടോയിൽ പോകുമെന്നുള്ളതാണ് കൊച്ചിൻ്റെ ധാരണ. പക്ഷേ ഇപ്പം നമ്മൾ ധാരണ ആദ്യം തന്നെ പൊളിച്ചെടുക്കും ഗൈസ്. ഇവ കൊച്ചു ദാണ്ടേ മൂഞ്ചഹായ സ്വാഹ. അങ്ങനെ ഔട്ട്ഡോർ വീഡിയോ ഇപ്പോൾ ചീറ്റാൻ പോവുകയാണ്. ഔട്ട്ഡോർ വീഡിയോ ഓട്ടോയിലല്ല, ബൈക്കിലാണ്. ബൂണോടെ കാര്യത്തിൽ തീരുമാനമാവും. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഒരാളിനെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ആള് വേറെ ആരുമല്ല, നമ്മുടെ ഒരു പപ്പിക്കുട്ടനാണ്, എൻ്റെ പെറ്റാണ്. അവൻ അവിടെ നിൽപ്പുണ്ട്. പഗ്ഗൂട്ട, ഇനി വന്നേ. നിന്റെ പേരെന്തുവാ? അയ്യോ, നിന്റെ പേരെന്തുവാ? ഈ ചച്ചര മോൻ്റെ പേരെന്തുവാടി? പഗു, പഗു വന്നേ. പഗുനാണോ പേര്? പഗുനാണോടി പേര്? എടി ലിയനാണോ? വണ്ടി വരും, വണ്ടി വരും, വണ്ടി വരും മക്കളെ. ഇത് പഗ്ഗല്ലേ? ഇയാള് പോമറേനിയന്റെയും കൂടെ ചേർന്ന് കുഞ്ഞ ഒരു ലിയോ എന്നോടി. ലിയോ എന്നോടി, ലിയോ ലിയോ കൊണ്ടോടി. അങ്ങ് പോ, വണ്ടി. അയ്യോ അയ്യോ, ലിയോ കുട്ടനാണോടി. അന്നെ പോടി ലിയോ കുട്ട. മക്കളങ്ങ് പോടി, മക്കളങ്ങ് പോ. ലിയോ ലിയോ പോ. മതി മതി, അച്ചല്ലേ കുഞ്ഞിനെ, അച്ചല്ലേ. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. കണ്ടവനെ ഇഷ്ടപ്പെട്ടാ? അടിപൊളിയില്ലയോ? പഗ്ഗും പോമറേനിയന്റെയും കൂടെ ക്രോസാ. ഗേസ്, അപ്പം നമ്മൾ നമ്മുടെ ജംഗ്ഷനിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ റോഡും പരിസരവും ഒക്കെ ഒന്ന് കണ്ടോളൂ. നമ്മൾ ഭയങ്കര സിറ്റിയിലൊന്നും അല്ല താമസിക്കുന്നത്. കാലിമുക്കലൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ആലുമൂട്. അവിടെ ഒരു ആലുമൂടനുണ്ട്. ആലിന് ചവിട്ടിയിരിക്കുന്ന മൂപ്പിലുണ്ട്. ആലിന്റെ മൂപ്പ് ചവിട്ടിയിരിക്കുന്ന മൂപ്പിലാണ്. അത് ആലുമൂടൻ. ആലിമൂട്ടിലെ മൂപ്പിലെ മോന്ത തിരിഞ്ഞ് കുണ്ടിയാണ്. ഒരു മഴ വരുന്നുണ്ട്. കാറ്റടിച്ച് കളയുക എന്റെ ഫോണ്. ലൈറ്റ് അടിച്ച് കാണിച്ചു കേട്ടോ. ണ്ടോ വാട്ടർ ടാങ്ക്. ഒരിക്കലും വാട്ടർ ടാങ്ക് ആണ് നിങ്ങൾ കണ്ടത്.
ആ മൂന്ന് മതമുണ്ട്. ഈ അമ്പലത്തിലാണ് സപ്താഹം നടക്കുന്നത്. നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ അവസാനം ഏകദേശം ഇപ്പൊ അടുത്തിരിക്കുകയാണ്. ശ്രീഹരി ഇവിടുന്ന് ചായ കുടിക്കാവൂ. ഇവിടുന്ന് ശ്രീഹരിയിലെ സ്വാമിയുടെ ചായ മാത്രമേ കുടിക്കാവൂ. അതുകൊണ്ട് താഴേക്ക് നാളെ പാചകക്കാരൻ സുരേഷ് ഒളിച്ചിരിക്കുന്ന തുമ്പി അപ്പൊ നാടെ അവിടെ ചായ, സ്വാമിയുടെ ചായയും കലവും ചായയും. സ്വാമിയുടെ ചായ കുടിക്കാനാണ് നമ്മൾ രാവിലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് ബിരിയാണിയിൽ ഒഴിക്കാനാട്ടോ. അത് വിറ്റാവാനല്ല, ബിരിയാണിയിൽ ഒഴിക്കാനാ. അയ്യോ അയ്യോ. സ്വാമി ചായ കൊള്ളാം. കുടി ചായ അങ്ങ് കുടി. അതാ, അത് രണ്ടും കുറയ്ക്കരുത്. ചായയും കുടിക്കണം, ബീഡിയും വലിക്കണം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ സപ്താഹം നടക്കുന്ന അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പം അവരുടെ പെരപണി തടസ്സമാണ്, അതുകൊണ്ടൊരു സപ്താഹത്തിനകത്ത് എന്തെങ്കിലും ഒരു വഴിപാട് നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളൊരു വഴിപാട് എഴുതിക്കാനായിട്ട് പോകുന്നതാണിപ്പം. പക്ഷെ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും കൈ കൊടുത്ത് എഴുതിച്ച് നടത്തിക്കാനേ പറ്റൂ. കാരണം നമുക്ക് അണ്ണൻ്റെ അപ്പച്ചി മരിച്ചത് കൊണ്ട് പോലെയുണ്ട്. വീട്ടുപേരോ അണ്ണൻ്റെ ഫോണിലുണ്ട്. അപ്പം നമ്മൾ അർച്ചനയൊക്കെ എഴുതിച്ച് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത് അർച്ചന അവരവിടെ അമ്പലത്തിൽ അങ്ങ് നടത്തിക്കോളും. നമ്മളൊരു പക്ഷേ പ്രസാദം വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യാലയം. ഇവിടെയാണ് ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നത്. അമ്പലത്തിൽ കയറിയില്ലല്ലേ നമ്മൾ സദ്യാലയത്തിൽ ഉണ്ണാൻ വരും കേട്ടോ. ഇവിടെ എന്നാ വീടൊക്കെ എന്ത് ചെയ്യേ? ഒന്നാമത് തപ്പി ഉരുട്ടി പോകുന്ന പെങ്കൊച്ച് അതിനെ കൊണ്ടിട്ട് ഫോണടിക്കുന്നു. ഇറങ്ങി പോകുന്നതിനെ പോയി വീണ്ടും ഫോണടിച്ച് അതിനെ കല്ലിപ്പെടുത്തുന്നു ഓട്ടൻ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം വാട്ടർ ടാങ്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചിട്ടാകാം യാത്ര. അപ്പം ഇതാണ് നമ്മുടെ മഹാദേവ ഫ്ലൂവൽസ്. അപ്പം ഇവിടെ കയറി എണ്ണ അടിക്കാം. ഞകത്തൊന്നും ക്യാമറയായിട്ട് കയറുന്നില്ല. ഇനി അവർ പറഞ്ഞാലോ ഇനി നമ്മുടെ ക്യാമറയിൽ നിന്നാണ് അവർക്കെല്ലാം പ്രശ്നം ഉണ്ടായെന്ന്. അപ്പം നേണ്ട നമ്മൾ അടുത്ത കടയിൽ എത്തിയിരിക്കുകയാണ്, നിർമ്മല സ്റ്റോഴ്സ്. എന്നൊക്കെ ഇറങ്ങി വാ പല 10 പൈസയുടെ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ മേടിക്കാം. പൊട്ടിപ്പാത്ത ചെരുപ്പ് അത് ഇനി തെളിവോടുകൂടിയേ മേടിക്കുന്നുള്ളൂ. അതെ, എല്ലാം ഞങ്ങളെല്ലാ സാധനം പൊട്ടിയൊക്കെ പോകുന്നതാണ്. ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടെണ്ണ. ഈ സാധനം മണിയുള്ളതോ? എനിക്കത് മതി, ആ കമ്മൽ മതി എനിക്ക്. ആ ഒരു വലിയ വട്ടത്തിനകത്ത്. എന്തിയാ ചെരുപ്പ്?
യൂ ഇത്രയും കൂടിയ ചെരുപ്പൊക്കെ വേണോ? കൂടിയതൊന്നും അല്ല, പിന്നെ വില ഉള്ളത് നോക്കി തന്നതാ പൊട്ടിപ്പാത്തത്. ഇതിന് എത്ര രൂപയാ? ഇതിന് എത്ര 115. ഇതിന് എത്ര രൂപ ചെരുപ്പിന്? 500 രൂപ. വേണ്ട വേണ്ട, കുറഞ്ഞ ചെരുപ്പ് 3 ദിവസം 150 രൂപ. ആ ഷൂട്ട് ഇവിടെ 150 രൂപയ്ക്ക് ചെരുപ്പില്ലെന്ന് പറയുന്നത് കടക്കാരി. എങ്ങനെ മനുഷ്യൻ ജീവിക്കണ്ടായോ? അത് ഞങ്ങൾ സ്ലിപ്പോൺസ് ഒന്നും ഇടത്തില്ല. അത് വേണ്ട. ഇതൊന്നും ഇതൊക്കെ 2 ദിവസം കൊണ്ട് പറിച്ചാൽ കളയും കൊച്ചേ. ഇത് തന്നെ മതി. 400 ഇതിന് 250 രൂപ ഉള്ളായിരുന്നു, അത് മതി. അങ്ങനെ പറ്റത്തില്ല, വേറെ കടയില്ലേ നാട്ടി? ഇവിടെ 250 കൂടിയ ചെരുപ്പൊന്നും വേണ്ട. അത്രയൊക്കെ ഉള്ള വരുമാനമൊക്കെ ഉള്ളു. മാസം വരുക 250 രൂപ കൊടുത്ത് ഈ സൈസ് ചെരുപ്പ് വേണോ? വേണോ? ഇതിന് പൊട്ടിയ സൈസ് അവരങ്ങനെ തരും. ഇത് കൊള്ളാം. കാല ഇടുന്നതിനാണോ ചെലവ്? ശരിയുടെ വലുതായിരുന്നു. ഇനി വലുതായി മേടിച്ചാൽ അത് പുറത്തോട്ട് കിടക്കത്തില്ലയോ? 9 അല്ലയോ അത്? അതോ 8? മേടിച്ചോ. ഈ മറ്റേ കാലിൽ ഞാൻ വലിയ കാലായിരിക്കുമോ? പിന്നെ ഒരു കാലിന് വലിപ്പം കൂടുതലും. പൈസ 8, 9 കൂടെ തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? അയ്യോ, കമ്മല് കണ്ടോ ഗൈസ്, എൻ്റെ കമ്മൽ ഇതാണ്. 20 ബലി അങ്ങ് കീറി കളയുന്നു. ഈ കടക്കാരിക്ക് പേടിയാണ് ഗൈസ് വില കാണിക്കാൻ. അവര് പോയി ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടിക്കുന്നേ കേട്ടോ. എന്നെ ഈ റിച്ചാന്നൊന്നും വേണ്ടാടേ. 28 രൂപയുടെ കമ്മല ഞാൻ മേടിച്ചെന്ന് 200. അതിന് എനിക്കൊരു ക്ലിപ്പ് കിടക്കുന്നു. എത്ര വേണമെങ്കിലും ഏത് വേണമെങ്കിലും ഏത് സൈസ് വേണമെങ്കിലും. കൊച്ചോ പൈസ എടുക്കാൻ പോയതാ അല്ലേ കൊച്ചേ? എന്ത് പറയുന്നേ, ആകെ ഒരു ഇച്ചിരി ഇതിരിക്കാനുള്ളതേ ഉള്ളൂ. ഇതിനകത്തിരിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുള്ളൂ. ഇത് എടുക്കുന്ന നമുക്ക് ആവശ്യമുള്ള പൊട്ടും വളയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ആലുമുക്കിലുള്ള അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ഛനും വേണോന്ന് പറഞ്ഞ് ചെരുപ്പൊന്ന്. എന്നാ പിന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചോണ്ട് പോയിട്ട് അച്ഛനും മേടിച്ചു കൊടുത്ത് നമ്മൾ മേടിച്ചതുപോലെ ചെരുപ്പ് ഒരെണ്ണം. അപ്പൊ അച്ഛൻ അത് ഇട്ട് നോക്കി. അച്ഛൻ അടിപൊളിയാണ്. 9 തന്നെ. 9 ആടി പൊളി. സൂപ്പർ. അതെ, അത് ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടേ എപ്പോഴും ചെരുപ്പിടാവൂ കേട്ടോ. ആണോ? അപ്പൊ ഗൈസ് നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എനിക്കതോ 500 രൂപ. ഞാൻ ഒരു മണ്ടൻ കമ്പനും 2 സാധനമല്ലേ ഒരു ക്ലിപ്പും അല്ലേ വാങ്ങിച്ചോളൂ. അണ്ണന് ചെരുപ്പൊക്കെ വാങ്ങിച്ച എന്നെ ഇവിടെ കാണാൻ ഇറക്കിയാലും മതിയായിരുന്നു. കുഴിയിലോട്ട് ചാടിപ്പോന്നേ. അയ്യപ്പദാമി. അപ്പൊ നമ്മൾ ഇതാണ്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരാൾ കിടക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരാൾ ഇതാണ്ട് കെറിയിച്ച് കിടപ്പുണ്ട്. ബൂണോ ബൂണോ ബൂണോ, ഇങ്ങോട്ട് നോക്കും ബൂണോ. പണി കിട്ടിയല്ലേ ബൂണോ?